ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ 50 അല്ല 60% നമുക്ക് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിൽ നേടാൻ സാധിക്കും. ഇതെവിടെയെങ്കിലുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അടുത്ത സാധ്യതയാണെന്നൊരു സൂചന നൽകുമ്പോൾ അതിന്റെ വാല് പിടിച്ച് പായാനുള്ള ആർജവം നമുക്കുണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പറയൂ. അങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ജയിച്ചേ മതിയാകും. ജയിക്കുന്നത് മാത്രമാണ് ഈ ലോകം അംഗീകരിക്കുന്നത്. വിജയം മാത്രമാണ്. ശതമാനമൊന്നും ആരും അംഗീകരിക്കില്ല. നമുക്ക് വിജയിച്ച എണ്ണം തിളച്ചു മറിയണം, തികയ്ക്കണം. ആ തികവിലേക്ക് ഞാനിവിടെ ആലപ്പുഴ മണ്ണിൽ പിറന്നു വീണ ഒരു മകനെന്ന നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷനോട് മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ അധ്വാനമെല്ലാം പാഴായിപ്പോകും. മാത്രമല്ല, അങ്ങനെ പാഴാവുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന നിരാശ എന്ന് പറയുന്നത് ഘനീഭവിച്ചാൽ അതൊരിക്കലും വളർച്ചയ്ക്കല്ല, തകർച്ചയ്ക്ക് മാത്രമാണ് വളമേകുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ പുതിയ നിശ്ചയങ്ങൾ നമുക്കുണ്ടാകണം. ഇതൊരു ധന്യ മുഹൂർത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വേദിയിലും ഈ വേദി നിലകൊള്ളുന്ന വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആവണം പുതിയ തീരുമാനങ്ങൾക്ക്. എല്ലാ വേദിയും നമുക്ക് ആശംസകളും അഭിനന്ദനങ്ങളും മാത്രം അർപ്പിക്കാനുള്ളത്. പൊതുവെ ഒരുപക്ഷെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണർത്തിയെടുക്കേണ്ടതായ ചില ചിന്തകളുണ്ടെങ്കിൽ അതിന്റെ ക്രോഡീകരണം കൂടി ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് ഉള്ള ജൽപ്പനങ്ങളെന്ന് വിളിച്ചാൽ അങ്ങനെ തന്നെയും വിളിക്കും. അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരേണ്ടത് മുമ്പോട്ടുള്ള ഗതിക്കുള്ള ശക്തി പകർന്നെടുക്കാൻ കഴിയുന്ന ആ സൃഷ്ടിയുണ്ടാകും. എനിക്കൊരു രാഷ്ട്രീയവും ഉണ്ടായിരുന്ന ആളല്ല. ഒരിക്കലും രാഷ്ട്രീയമേ ഉണ്ടാകില്ല എന്ന് ഉറച്ച വാഗ്ദാനം നൽകിയാണ് 2014 മാർച്ച് 5-ാം തീയതി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നു. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയത്തിലേക്കുമില്ല എന്ന് പറഞ്ഞിറങ്ങിയതിന് ഏറ്റവും വലിയ സാക്ഷി നിങ്ങളുടെ തന്നെ ഒരു മുതിർന്ന പ്രവർത്തകൻ രാജഗോപാലാണ്. മുത്തു ANR എന്നൊക്കെ അറിയുന്ന ആളാണ്, സാക്ഷിയാണ്. ആർക്കും അത് ഇവിടുത്തെ ചില ആൾക്കാർ തള്ളുന്ന പോലെ തള്ളാണെന്നൊന്നും പറഞ്ഞ് അങ്ങനൊന്നും പറ്റത്തില്ല. സാക്ഷികളെ ഇപ്പോൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നെഞ്ചു വിരിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഉണ്ടായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ എന്റെ അന്നം മുട്ടിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് സംഭവിച്ച. അന്ന് തന്നെ അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ താരവഴിയിലേക്ക് ഇറങ്ങി വരുന്നു. രാഷ്ട്രീയത്തിന്റെ താരവഴിയിലാണ്. ഒരു പുസ്തകം എഴുതിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെ ചില മഹാന്മാർക്ക്. പക്ഷെ അതൊന്നും അല്ല മാർഗം എന്ന് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട എന്നുള്ള നിശ്ചയത്തിലാണ്. രാജ്യ താല്പര്യം കൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഓഡിറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ഓഡിറ്റിനൊരു സാധ്യതയില്ല എങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. രാജ്യസഭയിൽ നിന്ന് 6 വർഷം നിങ്ങളുടെ ഉന്നതനായ ശക്തനായ ഇന്ത്യ രാജ്യം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ രാജ്യസഭയിൽ വന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ പൈസ ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിലേക്കോ കുടുംബത്തിലേക്കോ കൊണ്ടുപോയിട്ടില്ല. പാർലമെന്റ് അക്കൗണ്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുകൾ അത് വ്യക്തമാക്കും. ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. ഇപ്പോ ജൂൺ 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി മുതലുള്ള ശമ്പളത്തിൽ നിന്ന് നയ പൈസ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് പറ്റൂ.
അത് ഇനിയും തുടരുകയില്ല. 2022 ഏപ്രിൽ മാസം 24-ാം തീയതി റിട്ടയർ ചെയ്ത് 25 മുതൽ 25,000 രൂപ പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ തുകയും ഇന്ന് വരെയും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് തൊട്ടിട്ടില്ല. ഇതിനെല്ലാം വ്യക്തമായ ഓഡിറ്റുണ്ട്.